നമസ്കാരം. നമ്മുടെ നാട്ടിലെ സിനിമാ പ്രവർത്തകരായ കെട്ടുകാളകളെയും വിത്തുകാളകളെയും കണ്ടാണ് നമ്മളുടെ ന്യൂ ജനറേഷൻ യുവാക്കള് വളർന്നു വരുന്നത്, കൊച്ചുകുട്ടികൾ പോലും. പിന്നെ കുറച്ച് ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് പുതിയ കുറെ യൂട്യൂബ് അവതാരങ്ങളും വന്നിട്ടുണ്ട്. യൂട്യൂബ് അവതാരങ്ങളെ ഞാൻ തൽക്കാലം ഒന്ന് മാറ്റി നിർത്തുകയാണ്. ഈ സിനിമയിലെ വിത്തുകാളുകളെ കണ്ടാണ് നമ്മളുടെ കുട്ടികൾ വളർന്നു വരുന്ന എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് നമ്മൾ കാണുന്ന സ്ത്രീകൾ ഏതോ പുരുഷന്മാരോടൊപ്പം പോയി വ്യഭിചരിച്ച് ഗർഭിണിയായി കുട്ടികളുണ്ടായി കഴിയുന്നുണ്ട്. ഈ കുട്ടികളെ പ്രസവിച്ച് അതിനുശേഷം നമ്മളിലെ കേടായ തക്കാളി എടുത്ത് ദൂരെ കളയുന്ന മാതിരി അത്ര ലാഘവ ബുദ്ധിയോടെയാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്ത് ആദ്യത്തെ കേസ് റോഡിൽ എറിഞ്ഞു കൊന്നു. രണ്ടാമത് വേറൊരു കേസ് പ്രസവിച്ച് ഭാര്യ തന്നെ കാമുകന്മാരെ ഏൽപ്പിക്കുന്നു, അവന്മാര് കൊണ്ടുപോയി കൊന്നു. മൂന്നാമത് കഴിഞ്ഞ ദിവസം രണ്ടുപേർക്കും ഭാര്യ ഭർത്താക്കന്മാരുള്ളവരാണ്. അവർ തമ്മിൽ കാമുകരായി. കാമുകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാമുക എന്ന് പറയുന്ന വാക്കിന് ഞാൻ കൊടുക്കുന്ന ഒരു വേഷൻ, കാമം സഹിക്കാൻ വയ്യാത്തവരെയാണ് ഞാൻ കാമുകന്മാരെന്ന് പറയാറ്. കാര്യം അവർക്ക് കാമം സഹിക്കാതെ വരുമ്പോഴാണ് അവര് ഇരയെ തേടുന്നത്. അത് മനുഷ്യ സഹജമാണ്, ജന്തു സഹജമാണ്, അതൊക്കെ തേടാം. പക്ഷെ ഇവിടെ ഭർത്താവും 2 കുട്ടികളുമുള്ള ഒരു സ്ത്രീ ഭാര്യയും വേറെ 2 കുട്ടികളുമുള്ള ഒരു പുരുഷനോടൊപ്പം ആഭിചാരക്രിയയ്ക്ക് പോയത് എന്തായിരുന്നു? അഥവാ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ നാട്ടിൽ ഇപ്പൊ അതുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മെഡിക്കൽ സ്റ്റോറുകളിൽ കാണും. നിരോധേ പണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയൊക്കെ ഈ നിരോധ് ആവശ്യാനുസരണം വിതരണം ചെയ്യുമായിരുന്നു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലാണ് അന്ന് കുട്ടികളൊക്കെ ഇത് ഊതി വീർപ്പിച്ച് കാറ്റ് നിറച്ചു കൊണ്ട് നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ പൊതുവെ എനിക്ക് നിരോധിന്റെ ആവശ്യം വന്നിട്ടില്ല. കാര്യം ഞാൻ അങ്ങനെ അങ്ങും ചെറ്റ വെക്കാൻ പോയിട്ടില്ല, അതുകൊണ്ടാണ് എനിക്കതിന്റെ ആവശ്യം വരാത്തത്. പക്ഷെ ചെറ്റ വെക്കാൻ പോകുന്നവന്മാര്, പ്രത്യേകിച്ച് അവളുമാര്, ഈ നിരോധ ഓരോന്ന് വാങ്ങി അവന്മാർക്ക് കൊടുക്കുന്നത് നല്ലതാണ്. പരിപാടി തുടങ്ങുന്നതിന് മുൻപ് 2-3 രൂപയ്ക്ക് കിട്ടേണ്ട ഒരു നിരോധന് ബുദ്ധിമുട്ടാണെങ്കിൽ ആ 10 മാസം അത് വയറ്റിൽ കൊണ്ട് നടന്ന് പ്രസവിക്കുമ്പം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവര്, നിങ്ങളുടെ അയൽവാസികള്, നിങ്ങളുടെ ബന്ധുക്കള്, മാതാപിതാക്കള് ഒന്നും ഇത് അറിയുന്നില്ല എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം അത്ര ഊഷ്മളമായതുകൊണ്ടാണ് എന്നെനിക്ക് പറയേണ്ടി വരും. പക്ഷെ ഇവിടെ ഭർത്താവും 2 കുട്ടികളുമുള്ള സ്ത്രീയാണ് കഴിഞ്ഞ ദിവസം പ്രസവിച്ചത്. പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അവള് കാമുകനെ വിളിച്ചു. വിളിക്കാനുള്ള പ്രേരണ അവളുടെ നിലവിലുണ്ടായിരുന്ന ഭർത്താവ് പറഞ്ഞ്, നീ പ്രസവിച്ച് കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നാൽ മതി അവന് കൊടുക്കാൻ. അത്രയ്ക്കൊക്കെ നമ്മളുടെ ഭർത്താക്കന്മാർക്ക് മാനസിക വികാസം ഉണ്ടായോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആയിക്കോട്ടെ, വികസിക്കട്ടെ, നല്ലതാ. പക്ഷെ ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് കൊല ചെയ്ത് ബാത്റൂമിൽ കുഴിച്ചിടാനും പിന്നെ അതിനുശേഷം പിന്നെ മറവ് ചെയ്യാനും ഒക്കെ ശ്രമിച്ച് അവനെ പിതാവെന്ന് തന്നെ പറയാം. അവൻ നിരോധം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അവൻ പിതാവായത്. പക്ഷേ ഈ നിങ്ങൾ തമ്മിലുള്ള കാമുകന്മാര് കാമം തീർക്കുമ്പം ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊലയ്ക്ക് കൊടുത്ത് നീയൊക്കെ കേസിലെ പ്രതിയായി ജയിലിൽ കിടന്ന് എന്ത് നേടും? നിനക്ക് ജയിലിൽ ചെല്ലുന്നിടത്തൊന്നും ഇതുപോലെ കാമുകിമാരൊന്നും കാണില്ല. നിന്റെ സോക്കേട് തീർക്കാൻ നിന്റെ ഭാര്യമാരൊന്നും അവിടെ കാണില്ല. പിന്നെ നീ എങ്ങനെ സോക്കേട് തീർക്കും 10-15 കൊല്ലം എന്നുള്ള ചിന്തയെങ്കിലും ഈ
കാമുകന്മാർക്ക് വേണമെന്നാണ് എൻ്റെ ഒരു എളിയ അപേക്ഷ. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞ് ആക്ഷേപിക്കാം, അമ്മാവ, കളവ, പല്ലില്ലാത്തവന് എന്നൊക്കെ പറഞ്ഞ് വേണേ ആക്ഷേപിക്കാം. പക്ഷെ നിന്റെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് എന്നുള്ള ധാരണയും ഓർമ്മയും നിനക്കൊക്കെ വേണം. ഞാൻ എൻ്റെ 60 വയസ്സ് വരെ ഇങ്ങനെ ആഭാസതരം കളിച്ച് നടന്നിട്ടില്ല. അതിന് പോരായ്മകളൊക്കെ ഉണ്ട്, അതെനിക്കറിയാം. പക്ഷേ ഈ പോക്ക് നമ്മളുടെ സമൂഹത്തിന്, മലയാളികളുടെ സമൂഹത്തിന് ചേർന്നതല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയേണ്ടി വരും. നിങ്ങൾ ഈ പോക്ക് പോയാൽ നമ്മളുടെ നാട്ടിലെ പല സ്ത്രീകളും ഇങ്ങനെ പെറ്റുകൊണ്ടേയിരിക്കും. ഞാൻ ചില കാര്യങ്ങൾ പറയാം. അത്യാവശ്യം ഫിസിക്കൽ ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ വേണേ കേൾക്കുക, വേണ്ടെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് പോവുക. ഞാൻ പൊതുവെ നിക്കറാണ് ഉപയോഗിക്കുന്നത്. നിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇതുപോലത്തെ നിക്കർ, ഇത് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ലെങ്ത് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത്രേ കാണുള്ളൂ കേട്ടോ, സാധാരണ നിക്കർ. അപ്പൊ എന്നോട് ചൊല്ലി ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാ നിക്കർ ഇടുന്നതെന്ന്. അതിന് ആക്ഷേപമുള്ളവരോട് ഞാൻ പറയുന്നത്, ഞങ്ങൾ പട്ടാളക്കാർ പൊതുവെ കൂടുതൽ സമയം നിക്കറിട്ടാണ് നടന്നിട്ടുള്ളത്. നല്ല പ്രായത്തിൽ അന്ന് ഞങ്ങളുടെ ആരുടെ കാല് കണ്ടിട്ട് ആ നാട്ടിലെ പെണ്ണുങ്ങൾക്കൊന്നും കാമം ഉദിച്ചില്ല. പക്ഷേ ഇപ്പൊ ഞാൻ ഈ നിക്കർ നിങ്ങളെ കാണിക്കാൻ ഒരു കാരണമുണ്ട്. ഞാനൊരു ഹൈവേയുടെ സൈഡിലാണ് എൻ്റെ വീട്. അപ്പം വീട് താഴത്തെ നിലയിലായതുകൊണ്ട്, റോഡ് ലെവലിനെക്കാട്ടി താഴെ ആയതുകൊണ്ട് ഞാൻ സാധാരണ വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ ഈ നിക്കറിട്ടിട്ടാണ് ഫുൾ ടൈം. എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല ഉടുക്കാൻ, ഇല്ലാത്ത കൊണ്ടാ. ഉണ്ടായിരുന്നത് ഉടുത്തേനാ. ഞാൻ റോഡിലൊക്കെ കയറി നിൽക്കുമ്പോൾ, പിന്നെ മുകളിൽ എൻ്റെ കടയാണ്, കടയുടെ മുമ്പിൽ അല്ലെ അവിടെ എവിടെയെങ്കിലൊക്കെ റോഡിലൊക്കെ നിൽക്കുന്ന സമയത്ത്, നടക്കാൻ പോകുമ്പോഴൊക്കെ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ, പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ, ഭർത്താക്കന്മാരോടൊപ്പം യാത്ര ചെയ്യുന്ന സ്ത്രീകൾ എൻ്റെ കാലിൽ തന്നെ തുറച്ചു നോക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആ സോക്കേട് വേറെയാണെന്ന് എനിക്കറിയാം. പക്ഷേ അവരുദ്ദേശിക്കുന്ന സോക്കേട് എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ പിന്നാലെ പോകുന്നില്ല. പക്ഷെ സ്വന്തം ഭർത്താവിന്റെ പുറകിലിരുന്ന് പോകുമ്പം അന്യപുരുഷന്മാരുടെ കാലിൽ കാമ ആർത്തിയോട് നോക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീകളെ എന്നെനിക്ക് ചോദിക്കേണ്ടി വരും. ഞാൻ ഒരുപാട് സ്ത്രീകളെ കാണാറുണ്ട് ഇങ്ങനെ. ഈ സ്ത്രീകൾ ഇങ്ങനെ രൂക്ഷമായി നോക്കുന്ന കാണുമ്പം, ആർത്തിയോടെ നോക്കുന്ന കാണുമ്പം, ഞാൻ മുമ്പിലിരിക്കുന്നവന്റെ ആരോഗ്യത്തെ പറ്റി ഒന്ന് ചിന്തിക്കാറുണ്ട്. അവനെ ഞാൻ അപ്പൊ സസൂക്ഷ്മം ഒന്ന് വീക്ഷിക്കാറുണ്ട്. അവൻ പോങ്ങനായി പോയത് കൊണ്ടാണ് ഈ പെണ്ണുങ്ങൾക്ക് അന്യപുരുഷന്മാരുടെ കാല് കാണുമ്പം മനസ്സിൽ കാമം ഉദിക്കുന്നത്. ഒപ്പം തന്നെ ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഭാര്യമാരുള്ള പുരുഷന്മാര് വേറെ സ്ത്രീകളെ തേടി പോകുന്നെങ്കിൽ അത് ഭാര്യമാരുടെ കുഴപ്പമാണ്. ഒന്നാമത്തെ കുഴപ്പം, നമ്മുടെ മുകേഷ് MLA, നമ്മുടെ സിനിമാ നടൻ തന്നെ മുകേഷ് MLA ഒരു സിനിമാ നടിയോട് പറയുന്നത് കേട്ടു, നീ ആർക്കും കൊടുക്കണ്ട, മെഴുകുരുക്കി ഒഴിച്ച് അടച്ചു വെക്കാൻ. അപ്പൊ അങ്ങനെ ഈ സ്ത്രീകൾ മെഴുകുരുക്കി വെച്ച് അടച്ചു വെച്ചേക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പുരുഷന്മാര് അന്യ സ്ത്രീകളെ തേടി പോകാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, നമ്മളുടെ നാട്ടിലെ സ്ത്രീകളെ, പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ സത്യം പറയുകയാണ്, നിങ്ങൾക്ക് എന്ത് തോന്നിയാലും എനിക്ക് വിഷമമൊന്നുമില്ല. പലരും വന്ന് കമന്റ് പറയുമായിരിക്കും, 2 തെറി പറയുമായിരിക്കും, സാരമില്ല പറഞ്ഞോ. നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ പൊതുവെ കാമം പോയിട്ട് എനിക്കാണെങ്കിൽ കാക്കിച്ചു തുപ്പാനാണ് വരുന്നത്. അത് നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ കാണുമ്പോൾ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരും. ആകെ ഒരു വല്ലാഴിക. സാധാരണ സ്ത്രീകളെ കണ്ടാൽ നിങ്ങൾക്കെല്ലാം, പുരുഷന്മാർക്ക് പൊതുവെ കാമമാണ് മനസ്സിലുദിക്കുന്നതെങ്കിൽ എനിക്ക് വൊമിറ്റ് ചെയ്യാനാണ് വരുന്നത്. കാര്യം, ഇതൊരു മാംസപിണ്ഡമാണ്. മുകളിൽ നിന്ന് താഴെ വരെ ഒരൊറ്റ തെങ്ങുംതടി മാതിരി ഇരിക്കും. തെങ്ങുംതടി എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ, ആ വണ്ണമൊന്നുമല്ല, പെരിച്ചാഴി മാതിരി ഇങ്ങനെ ഒരൊറ്റ വണ്ണത്തില്. ഇവളുമാരെ കാണുന്നാണെങ്കിൽ അവന്മാർക്ക് കാമമൊന്നും തോന്നത്തില്ല. ലവന്മാർ പിന്നെ പണിയാൻ ചെല്ലാതെ വരും. ആ ചെല്ലാതെ വരുമ്പോഴാണ് ലവളുമാർക്ക് പിന്നെ
വേറെ വല്ലവരും കാണുമ്പം കാമോദിക്കുന്നതും അവൻ്റെയൊക്കെ പിന്നാലെ പോകുന്നതും. അങ്ങനെയാണ് അവിഹിത ബന്ധങ്ങളുടെ തുടക്കം എന്നാണ് ഞാൻ നമ്മുടെ നാട്ടിലെ ഓരോ ഭാര്യ ഭർത്താക്കന്മാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ കേട്ടാ. പ്രത്യേകിച്ചും ഈ ഫാമിലി സബ്ജക്റ്റുകളിലാണ് എൻ്റെ അടുത്ത് കൂടുതലും ആൾക്കാർ വന്നു പോകാറുള്ളത്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇതിനെപ്പറ്റി ഇത്ര അറിവ് ഞാൻ എൻ്റെ ചാനലിൽ 3000-ത്തിനടുത്ത് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊന്ന് ഒരൊറ്റ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടിട്ടുണ്ട്. അതായത് ഈ ചാനലിൽ വന്ന് പണം തന്ന് കാണേണ്ടവർ മാത്രം കണ്ടാൽ മതി എന്നും പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്നേ നിമിഷം വരെ, 1 വർഷമായി ചാനൽ തുടങ്ങിയിട്ട്, ഇന്നേ നിമിഷം വരെ ഒരാൾ പോലും 50-100 രൂപ മുടക്കി അത് കാണാൻ വന്നിട്ടില്ല. എനിക്ക് വളരെ സന്തോഷമാണ്. എനിക്ക് നിന്റെ ഒന്നും പൈസ വേണ്ട. പക്ഷേ ആ വീഡിയോ നീയൊക്കെ കണ്ടതായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിന്റെയൊക്കെ വീട്, കുടുംബം രക്ഷപ്പെട്ടു പോയേനും. അങ്ങനെ രക്ഷപ്പെട്ടു പോകാനുള്ള ഒരുപാട് കാര്യകാരണ സഹിതമാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിത എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് കിട്ടിയതുണ്ട്. ഞാൻ അതൊന്നും പുറത്ത് പറയാത്തത് മനഃപൂർവ്വം പറയാത്ത. നീയൊന്നും ഗുണം പിടിക്കാൻ പാടില്ല. നിങ്ങൾ പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലേ, യൂട്യൂബർമാരൊക്കെ കാശുണ്ടാക്കുന്നതെന്ന്, ആ കാശ് എനിക്ക് വേണ്ട. വേണ്ടാത്തതുകൊണ്ടാ. എന്റെ ദാരിദ്ര്യമൊക്കെ ആയിട്ട് ഞാനങ്ങ് ജീവിച്ചു പൊക്കോളാം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ സ്ത്രീ പുരുഷന്മാര്, പ്രത്യേകിച്ചും അത്യാവശ്യം പണക്കൊഴുപ്പുള്ളവര്, പണക്കൊഴുപ്പുണ്ടെങ്കിൽ മാംസക്കൊഴുപ്പും ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം. പഴയ ആൾക്കാർ പറയുന്ന ശാസ്ത്രമാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് വീട്ടിലിരുന്ന് തിന്ന് മതിച്ചിരിക്കുമ്പം, ആ കാശിന് ജോലിയും മേലും ചെയ്യാൻ നടക്കുമ്പം പുരുഷനായാലും സ്ത്രീ ആയാലും അവരുടെ മനസ്സിൽ കാമത്തിന് വലിയ പ്രാധാന്യം വരും. നമ്മൾ മലയാളികൾ ഇന്ന് പൊതുവെ 100-99% ആൾക്കാരും 24 മണിക്കൂർ ഈ കാമ സെക്സ് ചിന്തകൾ മാത്രം തലയിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങളെ മുതൽ പിടിപ്പിക്കാൻ തുടങ്ങുന്നത്. 3 വയസ്സുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പം ഇവന്റെയൊക്കെ കാമം എവിടെ നിന്ന് ഉദിച്ചു വരുന്നു എന്ന് എനിക്കറിയാൻ വയ്യ. ഞാനത് അത്ര ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ എന്റെ ജീവിത രീതി വേറെ ആയതുകൊണ്ടായിരിക്കാം എനിക്കതൊന്നും മനസ്സിലാകാതെ വരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്റെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ബോഡിക്ക് ഒരു ഷേപ്പ് നിലനിർത്തുക. സ്ത്രീകൾക്കൊരു ബോഡി ഷേപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് കാണുമ്പോഴാണ്, ആ ബോഡി ഷേപ്പിൽ നിങ്ങൾ ജീവിക്കുമ്പോഴാണ് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്കൊരു അത്യാവശ്യം ആകർഷണമൊക്കെ തോന്നുന്നത്. രണ്ടാമത്തെ കുഴപ്പം, നമ്മളുടെ നാട്ടിൽ ഇന്ന് സർവ്വസാധാരണമായി പോയ ഈ മാക്സി, ചീത്ത എന്നല്ല പറയാൻ പറ്റുന്നത്, മാക്സി ഒറ്റ ശ്വാസത്തിൽ വന്നില്ല, എന്ത് ചെയ്യാനാ, കളവനല്ലേ, പോട്ടെ, ക്ഷമി. ഈ മാക്സിയുടെ ഉപയോഗം, അതും ഈ പുരുഷന്മാരെ ഇതിൽ നിന്ന് അകറ്റി നിർത്തുന്നുണ്ടെന്നുള്ളതാണ്. മാക്സിയുടെ കാര്യം പറയുമ്പോൾ ഒരു ചെറുകഥയോടെ പറയുന്നത്, സമയമൊന്നും ആയില്ല, ഇഷ്ടംപോലെ കിടപ്പുണ്ട്, വേണ്ടുന്നൊരു കണ്ടാൽ മതി. ഞാൻ ഈ മാക്സി ആദ്യമായിട്ട് കാണുന്നത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു അമ്മാവൻ പട്ടണക്കാരനായിരുന്നു. അങ്ങേരുടെ ഭാര്യ ഇവിടുന്ന് അങ്ങേരുടെ കൂടെ ഒന്ന് പൊറുക്കാൻ പോയി ഇടയ്ക്ക്. എവിടെയാ, ഹൈദരാബാദിൽ ഇങ്ങോട്ട് താമസിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു. പൊറുക്കാൻ പോയിട്ട് തിരിച്ചു വന്നിറങ്ങി ഉടനെയാണ് ഈ അമ്മാവി ഈ പറയുന്ന മാക്സി ആദ്യമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ അന്ന് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്ന് ഈ അമ്മായിക്ക് ഞങ്ങൾ ഓൾറെഡി കൊടുത്തൊരു പേരുണ്ട്, അടിക്കടി അമ്മായി എന്നാണ്. അതായത് അമ്മായി അമ്മാവനോട് പറഞ്ഞു കൊടുക്കുന്ന, ഒരുത്തരടിച്ചാൽ അവന് തിരിച്ചടി കൊടുക്കണം, അതിനാണ് അടിയെന്നാ പറയുന്നത്. അത് അങ്ങനെയാണ് ഞങ്ങൾ നാട്ടുകാരും വീട്ടുകാരൊക്കെ ഈ അമ്മായിക്ക് വെച്ചിരുന്ന പേരാ അടിക്കടി അമ്മായി. അമ്മായി ഇപ്പോഴും ഉണ്ട് കേട്ടോ, വയ്യ, വയസ്സായി, പോട്ടെ. അങ്ങനെ ഈ അടിക്കടി അമ്മായി മാക്സിയൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞിട്ട് എന്റെ നാട്ടുകാർ പറഞ്ഞു, അത് ഞാൻ പറയുന്നില്ല, പോട്ടെ, നിങ്ങൾ ക്ഷമിച്ചേര്. അങ്ങനെയാണ് ഞാൻ ഈ മാക്സി എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി ഈ മാക്സി, സ്ത്രീകൾ അത്യാവശ്യം അവരുടെ ശരീരം പൊതിഞ്ഞു കെട്ടി നടക്കണമെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. പക്ഷേ സാമാന്യ നമ്മൾ മലയാളികളുടെ ഒരു രീതിയുണ്ട്, ഒരു മാന്യതയുണ്ട്. ആ രീതിക്കൊക്കെ നടന്നാൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ വീടിനുള്ളിൽ നടക്കുമ്പോഴെങ്കിലും നിങ്ങളുടെ പുരുഷന്മാർക്ക് നിങ്ങളോട് ഒരു ആകർഷണമൊക്കെ തോന്നണമെങ്കിൽ നിങ്ങളുടെ വസ്ത്രധാരണം ഒന്ന് മാറ്റണം എന്നാണ് കവി ഉദ്ദേശിച്ചത്. അതുപോലെ പുരുഷന്മാരാണെങ്കിലും എക്സ്പീരിയൻസ് വെച്ച് പറയുക. ഈ
ചീക്കപ്പളയെ തിന്നുക എന്ന് പറയും. ചീക്കപ്പളയ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഭാഷ, നിങ്ങൾ എങ്ങനെയൊക്കെ പറയുന്ന അറിയില്ല. ചീക്കപ്പളയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ തീറ്റി തിന്നുക. അത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒടുക്കത്തെ തീറ്റി തിന്നിട്ട് ഇവന്റെ വയറില്ല ഗർഭിണി പെണ്ണുങ്ങളെ കാട്ടി തള്ളി നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഇവൻ രാത്രിയിൽ അങ്ങോട്ട് വെള്ളം കളയാൻ ചെല്ലുന്നുണ്ടെങ്കിൽ അവളുമാർക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല. അവളുമാർ ചവിട്ടിയും തുള്ളിയും എടുത്തു ദൂരെ കളയും, അല്ലെ മെഴുക വെച്ച് അടച്ചു വെക്കും. ആ അവന്മാർക്കും തലയ്ക്കകത്ത് കാമമുഖത്ത് സെക്സ് മുഖത്ത് ഭ്രാന്ത് പിടിച്ച് കിടക്കുന്നുണ്ട്. അവരും അവസരം കിട്ടിയാൽ ചെറ്റ വെക്കാൻ പോകുന്നതാണ് രീതി. അപ്പം ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ പണമുണ്ടോ, നിങ്ങൾ 4 കൈ കൊണ്ട് വാരി തിന്നോ, നാട്ടുകാർക്കൊന്നും കൊടുക്കണ്ട. പക്ഷേ ഒരു ലിമിറ്റ് വെക്ക്, ഭക്ഷണത്തിനൊരു ക്രമം വരുത്ത്. ഒരു ക്രമം വരുത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം മനുഷ്യന്റെ ഷേപ്പിൽ നിലനിർത്താൻ കഴിയും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആകർഷണമൊക്കെ തോന്നും. തോന്നിയാൽ നാട്ടിലുള്ള മറ്റു സ്ത്രീകൾക്ക് ഒരു ആശ്വാസം ഉണ്ടാകും. ഞാൻ പലപ്പോഴും കാണാറുണ്ട്, പൊതുവെ ഞാൻ പോകുന്നതും വരുന്ന വഴിക്കൊക്കെ ഒരുപാട് സബ്ജക്റ്റുകൾ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അതെൻ്റെ ഒരു ചെറുപ്പം വരെയുള്ളൊരു സ്വഭാവമാണ്. നല്ല സുന്ദരിമാരായ സ്ത്രീകളെ, സുന്ദരിമാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൗന്ദര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്ത് നല്ല ശരീര ഷേപ്പോട് കൂടിയൊക്കെ പോകുന്ന സ്ത്രീകളെ കണ്ട ഞാൻ നോക്കാറൊക്കെ ഉണ്ട്. ഒരു ആകർഷണം എനിക്ക് അവരോട് തോന്നാറുണ്ട്. പക്ഷേ ഉടനെ എനിക്ക് സെക്സ് ഫീൽ ഒന്നും വരാറില്ല. നോക്കും, നല്ല അങ്ങനെ വൃത്തിയായിട്ട് നന്നായിട്ട് നടക്കുന്ന സ്ത്രീകളെ. പക്ഷെ അങ്ങനെയുള്ള സ്ത്രീകൾ നമ്മുടെ കേരളത്തിൽ എത്ര പേരുണ്ടെന്നുള്ളത് നിങ്ങൾ സ്ത്രീകൾ തന്നെ പരിശോധിക്കണം. ഒരുപക്ഷെ 4-3 സിനിമാ നടിമാരൊക്കെ കാണും. അതുകൊണ്ടായിരിക്കും സിനിമാ നടിമാർക്കൊക്കെ ഇത്രയും റേറ്റിംഗ് ഉള്ളത്. റേറ്റിംഗ് ആണ്, റേറ്റ് അല്ല കേട്ടോ. അയ്യോ അങ്ങനൊന്നും പറഞ്ഞ് നമ്മളെ പാവക്കാരനാ, നമ്മളെ ദ്രോഹിക്കരുത്. അപ്പം നമ്മളുടെ സ്ത്രീകള് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ 50-60 വയസ്സ് വരെയൊക്കെ സ്ത്രീകൾക്ക് സെക്സ് ചെയ്യാൻ തോന്നാറുണ്ട്. പുരുഷന്മാർക്കാണെങ്കിൽ അവന്റെ കാല് കുഴിയിലോട്ട് വെച്ചാലും അവന് അത് തോന്നും. എടുത്ത് കുഴി വെക്കുന്നിടം വരെ അവന് സെക്സ് ചെയ്യണം. അതാണ് പുരുഷന്റെ അവസ്ഥ. അപ്പൊ ഇത് തമ്മിലൊന്ന് ഒരു മാച്ചിങ് ഉണ്ടാകുന്നില്ല. അതും നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടാൻ ഒരു കാരണമാണ്. അപ്പം വീഡിയോ ഒരുപാടായിട്ടുണ്ട്. തൽക്കാലം ഇന്ന് ഇതും കൊണ്ടടങ്ങും. സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പറഞ്ഞതാണ്. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ഓത്തുണ്ടാക്കുന്ന സമയത്ത് സൂഹിക്കാൻ പോയി വല്ലവന്റെ കൂടെ കയറി കെട്ടിപ്പിടിച്ച് കിടന്ന് അമർന്ന സമയത്ത് ഓർക്കണം, കുഞ്ഞുങ്ങൾ ജനിക്കുമെന്ന്. അല്ല, നിന്നെയൊക്കെ അത് പഠിപ്പിക്കാൻ വിട്ടുപോയതാണ്. 2 സ്ത്രീയും പുരുഷനും തമ്മിൽ മറ്റേ പരിപാടി നടത്തി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നുള്ള ധാരണ പോലും നിൽക്കുന്നുമില്ലേ? അങ്ങനെ ഓത്തുണ്ടാക്കി കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടെറസിന്റെ ഫ്ലാറ്റിന്റെ മണ്ടയിൽ എടുത്ത് റോഡിലെറിയാനും കാമുകമാരെ വിളിച്ചു വരുത്തി കൊന്നു തള്ളാനും ഒന്നും സ്ത്രീകൾ ശ്രമിക്കരുത്. അത് സ്ത്രീത്വമല്ല, അത് വ്യഭിചാരമാണ്. ഒന്നുകിൽ നിങ്ങൾ അത്തരം വ്യഭിചാരത്തിന് പോകാതിരിക്കുക, സഹിക്കാൻ പഠിക്കുക, കാമം സഹിക്കാൻ പഠിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നാട്ടിൻപുറത്ത് നാട്ടിലെ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും നിരോധ കിട്ടും. അതേ ഓരോന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുക. അതുകൊണ്ടും കൂടെ നിങ്ങൾക്ക് തന്നെയാണ് കാര്യം. ഇത്തരം കുഞ്ഞുങ്ങളെ കൊല ചെയ്താലും കൊലപാതകി തന്നെയാവും. അവനും കോടതിയിൽ ശിക്ഷ കിട്ടും. ശേഷിച്ച ജീവിതം അവന്റെ ജയിലിലായി പോവും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കാമം മൂത്ത് നടക്കുന്ന കാമുകന്മാര് ഒരല്പം ദയവ് കാണിക്കണം, മനുഷ്യത്വം കാണിക്കണം. തൽക്കാലം ഈ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളോടെങ്കിലും, ഞങ്ങളോടൊന്നും കാണിക്കണ്ട, പക്ഷെ കുഞ്ഞുങ്ങളോട് ഒരു നിരോധം ഉപയോഗിച്ചാൽ തീരുന്ന പ്രശ്നത്തിന് എന്തിനാ നീയൊക്കെ നിന്റെയൊക്കെ ജീവിതം ഇങ്ങനെ പാഴാക്കുന്നത്? അപ്പൊ ശരി, ലാൽ സലാം.